ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് മാരുതിയിലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പുതിയൊരു മാസമായിട്ടുണ്ട്, പ്രൈസ് മാറിയോ എന്നതായിരിക്കും ആദ്യത്തെ ഡൗട്ട് എല്ലാവർക്കും വരാൻ പോകുന്നത്. പ്രൈസ് നിലവിൽ മാറിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് നിലവിലിപ്പോൾ നമ്മൾ ഈ ഒരു 1-ാം തീയതി, ഇതിപ്പോൾ 1-ാം തീയതിയാണെന്ന്, അപ്പോൾ ഇന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ വന്ന സമയത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രൈസ് മാറും എന്നൊരു കാര്യം ഷോറൂമിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മാറിയിട്ടില്ല. അപ്പോൾ ഒരു ഉപകാരം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-ാം തീയതി വരെയൊക്കെ ആയിരിക്കാം മിക്കവാറും പ്രൈസ് അപ്ഡേഷൻ വരാൻ പോകുന്നത്. 5-ാം തീയതി ആയിരിക്കും. അതുവരെ, അതായത് ഈ ഒരു മാസം വാഹനം ആരെങ്കിലും എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പം ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അവിടെ പഴയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വാഹനം നോക്കുന്നുവെങ്കിൽ ഈ ഒരു മാസം തന്നെ, ഈ ഒരു തുടക്കത്തിൽ തന്നെ ഒരു 5-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് ബില്ലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ബുക്ക് ചെയ്തെങ്കിൽ ജസ്റ്റ് ഇട്ടാരെ ആ ഒരു പ്രൈസ് മാറിക്കഴിഞ്ഞാലും പഴയ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പുതിയ സെലേറിയാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെയാണ് ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പുതിയ പ്രൈസ് അല്ല, പഴയ പ്രൈസ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. LXI ആണെങ്കിൽ 671 വരും ഓൺ റോഡ്, VXIക്ക് 712 വരും, ZXI ആണെങ്കിൽ 759 വരും, ZXI പ്ലസ് ആണെങ്കിലോ 815 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരും. ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. VXI മുതൽ 771 വരും VXIക്ക്. ZXI ആണെന്നുണ്ടെങ്കിൽ 817 വരും. ഇനി ZXI പ്ലസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 873 വാഹനത്തിന് വരും. എനിക്ക് തോന്നുന്നു ഈ മാസം ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറച്ച് ഇറക്കാനായിട്ട് പറ്റും. വെറും 30,000 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ സെലേറിയോ എന്ന വാഹനം ഇറക്കിക്കൊണ്ട് പോകാം. പുതിയ അപ്ഡേഷനിൽ വന്ന വാഹനമാണ്. ഒരു 13,200 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്കൊരു എന്താ പറയുക 5 വർഷത്തേക്കുള്ള EMI. അത് 7 വർഷത്തേക്ക് പൊക്കഴിഞ്ഞാൽ ഒരു 10 റേഞ്ചിൽ നമുക്ക് EMIയും കാര്യങ്ങളും വന്ന് നിൽക്കും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു വാഹനമാണിത്. 1 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ നമുക്ക് വരുന്നത്. മൈലേജൊക്കെ നമുക്ക് അത്യാവശ്യം വരുന്നുണ്ട്. ഏകദേശം 25.49 റേഞ്ചിൽ മാനുവലിനും 26.68 ആ ഒരു റേഞ്ചിൽ ഓട്ടോമാറ്റിക് പതിപ്പിനും ഈ വാഹനത്തിന് മൈലേജും കാര്യങ്ങളും കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളും വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വാഹനത്തിന് എൻജിൻ പേ തന്നെ ആദ്യമേ ഒന്ന് തുറന്ന് കാണിക്കാം. കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, മൈലേജ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് എൻജിൻ പേ നോക്കി വെച്ചോ. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. 1 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 1000 cc തന്നെയാണ് വരുന്നത്. 66 PS 89 Nm ടോർക്ക്. മൈലേജ് ഓൾറെഡി പറഞ്ഞു. 25.47 മാനുവലും 26.68 റേഞ്ചിൽ ഓട്ടോമാറ്റിക്കിനും ഈ വാഹനത്തിന് മൈലേജ് കമ്പനി പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും അതുപോലെ തന്നെ കസ്റ്റമറെ ആകർഷിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലേജ് തന്നെയാണ്. അപ്പോൾ എഞ്ചിൻ ബേയിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള എഞ്ചിൻ ബേ തന്നെയാണ്. മാരുതിയുടെ മറ്റുള്ള വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ്, 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഇതിലും നമുക്ക് നൽകിയിട്ടുണ്ട്. ബാറ്ററി പാക്കൊക്കെ ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ അവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസുമാണ്. വേറെ ഇൻസുലേഷൻ്റെ കാര്യങ്ങളും നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്, ഇതൊരു പെട്രോൾ എഞ്ചിൻ വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നതും ഇല്ല. അപ്പോൾ വേറെ ഇനി ജസ്റ്റ് നമുക്ക് ലുക്ക് വൈസ് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ആക്സസറീസ് നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ നമ്മളൊന്ന് കൊടുത്തിട്ടുള്ളത് ആക്സസറീസ് ആണ്. കുറച്ച് ആക്സസറി ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കിടക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അതായത് ZXI പ്ലസ് എന്ന വേരിയൻ്റാണ്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പ് കൂടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഫോഗിലാകുമ്പോഴും എക്സ്ട്രാ ആക്സസറീസ് അല്ല, ഇൻബിൽഡായിട്ട് തന്നെ വാഹനത്തിൽ വരുന്നതാണ്. ZXI പ്ലസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനെക്കുറിച്ച് നീ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഹുഡൊക്കെ അത്യാവശ്യം പ്ലെയിൻ തന്നെയാണ്. നോർമൽ വരുന്ന ഹാലജൻ ടൈപ്പാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ്. ഇതൊക്കെ ഒരുപാട് വലിപ്പത്തിൽ വരുന്ന വാഹനമൊന്നുമല്ല, അത്യാവശ്യം ഒതുക്കമുള്ളൊരു വാഹനമാണ്. ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ ഒരു വാഹനമാണ്. ഇപ്പോൾ ചെറിയ വഴിയൊക്കെയാണ്, പാർക്കിംഗ് സ്പേസ് കുറവാണ്, അങ്ങനെയൊക്കെയുള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം ഇപ്പോൾ ഒരു വാഗണോർ എടുത്താൽ ഒരു സ്വിഫ്റ്റ് എടുത്താൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊന്നും കഴിയില്ല. വലിയ വലിയ വാഹനങ്ങളാണ്. അപ്പോൾ ഫോഗിലാമ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. അവിടെ തന്നെ അത്യാവശ്യം ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ക്ലാഡിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഗ്രില്ലിലൊക്കെ അത്യാവശ്യം ക്രോം എലമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രില്ലിൻ്റെ പോർഷനിലായിട്ട് വരുന്നുണ്ട്. സുസുക്കിയുടെ ഒരു ലോഗോ കൂടി എക്സ്ട്രാ അതിന് ഉള്ളിൽ തന്നെ സെൻറ്ററിലായിട്ട് അവർ പ്ലേസ് ചെയ്തു. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ പറയാനായിട്ടൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെയാണ് ആൻറ്റിനയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഷാർപ്പിനൊന്നുമല്ല, നോർമൽ ഇതൊരു ആൻറ്റിന യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയത്. അവിടെ തന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ടോപ്പ് എൻഡ് വാഹനം ആയതുകൊണ്ട് തന്നെ അലോയ് വീൽ അവൈലബിൾ ആണ്, കീലെസ് എൻട്രി ഓപ്ഷൻ അവൈലബിൾ ആണ്, മിറർ ഫോൾഡിങ് അവൈലബിൾ ആണ്. ഈ ക്ലാഡിങ് എക്സ്ട്രാ ആണ്. അതുപോലെ ഈ ഒരു പോകുന്ന ക്ലാഡിങ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ക്ലാഡിങ് ആണ്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നു. ഫ്രണ്ടറിലായിട്ട് ഒരുപാടെങ്കിൽ ക്യാരക്ടർ ലൈൻസ് ഒന്നുമില്ല, അത്യാവശ്യം ലൈൻസും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫ്രണ്ടറിലായിട്ട് കാണാം.
ഈ ഡോർ വൈസർ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ബി പില്ലർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്ക് ആ ഒരു ബി പില്ലറിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ ലെങ്തിലേക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. ഏകദേശം ഒരു 3695 mm ലെങ്ത് വരുന്നുണ്ട്. 1655 mm വിക്തും 1655 mm വിക്തും 1555 mm ഹൈറ്റും 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് വരുന്നുണ്ട്. മോശമല്ലാത്ത ബൂട്ട് സ്പേസും വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. റിയർ പോർഷനിൽ ഈ ഒരു സ്പോയിലർ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ അക്സസറീസ് കുറച്ച് ചെയ്തിട്ടുണ്ട്, അതിനുള്ളിൽ വരുന്നതാണ് ഈ ഒരു കാര്യം. പിന്നെ ഒരു അക്സസറീസ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു റിവേഴ്സ് ക്യാമറ, ഇത് എക്സ്ട്രാ അക്സസറീസ് ആണ്. അത് ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്കത് വ്യൂ നമുക്ക് കിട്ടും. എക്സ്ട്രാ സ്ക്രീനോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അക്സസറീസ് ആയിട്ട് വരുന്നില്ല. ക്ലാഡിങ് ഞാൻ പറഞ്ഞു, അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കറങ്ങി ഇത് വാഹനത്തിന് ചുറ്റും നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ അക്സസറീസ് ആണ്. ഇത് ജസ്റ്റ് വാഹനത്തിന് ഷോറൂമിനുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി അങ്ങനെ ഒന്ന് വിചാരിച്ച് കളയില്ല, അതെടുത്ത് വെച്ചേക്കുകയാണെന്നൊന്നും. ഡിഫോഗ് അല്ലെങ്കിൽ റിയർ വൈപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബട്ടൺ തന്നെ ഇവിടെയായിട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. 313 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ പാഴ്സൽ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു 3D മാറ്റ് അവർ ഇട്ടിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ അക്സസറീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ജസ്റ്റ് അവർ ഇട്ടേക്കുന്നതാണ്. ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ അകത്ത് ഇട്ടേക്കുന്നതാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു റിയർ പോർഷനിൽ പറയാനായിട്ടില്ല. സെലേരിയോ എന്നൊരു ബ്രാൻഡിങ്ങും സുസുക്കിയുടെ ലോഗോയും അത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ അക്സസറീസിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചു എന്തൊക്കെയാണെന്നുള്ളത്. ഇനി അകത്തേക്ക് കയറിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളുണ്ട് നോക്കാം. ഇതൊരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക പഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സീറ്റ് കവർ ഷോറൂമിൽ തന്നെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടേക്കാണ്. മെയിനായിട്ട് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 6 എയർ ബാഗ് ഈ വാഹനത്തിൽ വന്നു എന്നതാണ് ഇതിനകത്തിപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു അപ്ഡേഷൻ എന്നുള്ളത്. അപ്പോൾ അകത്തേക്ക് നമ്മൾ ഡാഷ്ബോർഡൊക്കെ നോക്കിയാൽ ഫുള്ളി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ തീമിൽ തന്നെയാണ് ഡാഷ്ബോർഡൊക്കെ വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. മാറ്റ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതേപോലെ മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനും ഫോൾഡിംഗ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം മനോഹരമായ ക്ലസ്റ്റർ യൂണിറ്റാണ് വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു പോർഷൻ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. RP മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് റിമൈൻഡറിൻ്റെ ഓരോ ഓപ്ഷനൊക്കെ നമുക്ക് അവിടെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. റിയർ സൈഡിലേക്ക് കയറുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ ഇതിനുള്ളിൽ നമുക്ക് വരുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതായത് ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ വരുന്നതല്ല റിവേഴ്സ് ക്യാമറ. നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് വരുന്നത്. പവറിൻ്റെ കൺട്രോളൊക്കെ അവിടെയായിട്ട് നല്ല നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോക്ക് അൺലോക്ക് തുടങ്ങിയ കൺട്രോൾസൊക്കെ നമുക്ക് അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഹസാർഡിൻ്റെ ബട്ടൺ അവിടെ ആ ഒരു പോർഷനിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ആൻഡ്രോയിഡും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നും യാതൊരുവിധ പുതുമകളും നമുക്ക് അവകാശപ്പെടാനായിട്ടില്ല. ആ ഒരു AC വെനിൻ്റെ ഡിസൈൻ പാറ്റേൺ കൊള്ളാം. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. AC-യുടെ കൺട്രോൾസൊക്കെ മാനുവലി ചെയ്യണം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കീ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, ഇത് ഈ ഒരു കീ തന്നെയാണ് മാരുതിയുടെ മറ്റുള്ള വാഹനങ്ങളിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വാഹനങ്ങളിലും നൽകാറുള്ളത്. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളവരും കീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഗിയർ ലിവറും അത്യാവശ്യം നല്ല രസത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു രീതിയിൽ ചെറിയൊരു എന്താ പറയുക ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് അവരവിടെ നൽകിയിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്ഷനൊക്കെ നൽകിയിട്ടുള്ളത് മാനുവലി വേണം ചെയ്യാനായിട്ട്. സീറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു സീറ്റ് നൽകിയിട്ടുള്ളത്. കണ്ടോ, കാര്യം ഇതിനകത്ത് എയർ ബാഗ് വരുന്നതുകൊണ്ടാണ് ഫുള്ളി കവേർഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ടോപ്പിലേക്ക് നോക്കിയാൽ മിറർ മാനുവലി കൺട്രോൾ ചെയ്യാം. ലൈറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. മിറർ അവൈലബിൾ ആണ്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഇതൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. മെയിൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹിൽ ഹോൾഡ് അതൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തു എന്നതാണ് ഇതിനകത്ത് അക്സസറീസിൻ്റെ കാര്യം. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ റിയർ സീറ്റിലേക്ക് കയറാം. ഇതിനകത്ത് അകത്തേക്ക് വന്ന സമയത്ത് ഈ ഒരു സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആണ് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫ്രണ്ട് പോർഷൻ ചെയ്ത സമയത്ത് 6 എയർ ബാഗ് വന്നു എന്നുള്ളത്. അതേപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ പുതിയ ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്, ആ ഒരു 3 പോയിൻറ്റ് ഇതാണ്ടേ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നേരത്തെ നമുക്ക് 2 എൻ്റെ അറിവിൽ 2 പോയിൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് 3 പോയിൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതും പുതുതായിട്ട് വന്നൊരു മാറ്റമായിട്ടാണ് എൻ്റെ അറിവ്.
അതൊരു കൺഫേം അല്ല, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അകത്തേക്ക് ഇരിക്കാൻ നമുക്ക് മോശമല്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ്, അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊന്നുമല്ല. മോശമല്ലാത്ത സ്പേസ് വരുന്നുണ്ട്. ഡോർ പാഡിലല്ല നമുക്ക് എന്താ പറയുക പവറിൻ്റെ കൺട്രോൾ വരുന്നത്, ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് അവർ നൽകിയത്. അതിന് കുഴപ്പമൊന്നുമില്ല. പാർഷ്യലിറ്റി ഉള്ളതുകൊണ്ട് സാധനങ്ങൾ വെക്കാനും എടുക്കാനും ഒന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരുപാട് അങ്ങ് ഫീച്ചേഴ്സ് ഒന്നും പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സിൽ കുറച്ച് മാറ്റം വന്നു എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒരു അപ്ഡേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. മോശമല്ലാത്തൊരു വാഹനമാണ്. ഓൾറെഡി ഇതിൻ്റെ പ്രൈസ്, ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെലേറിയോ എന്ന വാഹനം നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. സെലേറിയോ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് വാഹനത്തെ നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അത്യാവശ്യം ഓഫറിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്കറിയാം കുറച്ച് തിരക്കും അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസൊക്കെ എടുക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസിന് ഇനി വീഡിയോ ഇടാൻ പറ്റും എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം ആരെങ്കിലുമൊക്കെ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് സോറി, എനിക്ക് കുറച്ച് ദിവസം ഇടാൻ പറ്റിയില്ല. ഞാനങ്ങനെ വീഡിയോ മുടക്കുന്നതല്ല. എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വീഡിയോ മുടങ്ങുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. കുറച്ച് കാര്യങ്ങളിലായി പോയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അതിനെല്ലാവരുടെ സോറി. അപ്പോൾ നമ്മളിനി കണ്ടിന്യൂസ്ലി ഇടാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളത് വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോസ് ഇടണമെങ്കിലും പാടാണ്. അത്രത്തോളം കണ്ടന്റുകൾ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ വാഹനങ്ങൾ നമുക്ക് അത്രത്തോളം കിട്ടണം. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാര്യം പുതിയ മാസമായി ഓഫർ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ചെയ്തിടാം. സെയിൽ റിപ്പോർട്ട് ചെയ്തിടാം. പിന്നെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും ഷോറൂമുകളിൽ. അതൊക്കെ നമുക്ക് ചെയ്തിടാം. അപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പം ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.